ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ചെറിയൊരു കഥയാണ്. കഥയുടെ പേര് കഴിവുകളുടെ കൂട്ടായ്മ. ഒരിക്കലൊരു കാട്ടിൽ മൃഗങ്ങളെല്ലാം ഒത്തുകൂടി തങ്ങളുടെ മികച്ച കഴിവ് പങ്കുവെക്കാനായിട്ട്. ആദ്യമായി തന്നെ സിംഹം പറഞ്ഞു, ഞാനാണ് കാട്ടിലെ രാജാവ്. എൻ്റെ ശക്തിയും ധൈര്യവും എല്ലാവർക്കും അറിയാം. പിന്നീട് ആന പറയുകയാണ്, എൻ്റെ ബലവും ബുദ്ധിയും കൊണ്ടാണ് ഞാൻ വലിയ മരങ്ങളെ നീക്കുന്നതെന്ന്. അത് കഴിഞ്ഞ് കുരങ്ങൻ പറഞ്ഞു, ഞാൻ മരത്തിൽ നിന്ന് മരത്തിലേക്ക് ചാടിക്കളിക്കും. പിന്നീട് മാൻ പറയുകയാണ്, എനിക്ക് അതിവേഗതയുണ്ട്, എൻ്റെ അതിവേഗതയാണ് എന്നെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്നതെന്ന്. ഒടുവിൽ ആടിൻ്റെ ഊഴമായി. ആട് നിശബ്ദതയോടെ നിന്നിട്ട് തല ഉയർത്തി പറയുകയാണ്, എനിക്ക് നിങ്ങളെപ്പോലെ കഴിവോ വേഗതയോ ബുദ്ധിയോ സാമർഥ്യമോ ഒന്നുമില്ല. പക്ഷെ എനിക്കൊന്നറിയാം, എന്നെ സ്നേഹിക്കുന്ന, എന്നെ കാത്തു സൂക്ഷിക്കുന്ന നല്ല ഒരു ഇടയനുണ്ട്. ആ ഇടയന്റെ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. പ്രിയ ദൈവമക്കളെ, ഈ കഥ നമുക്ക് നൽകുന്ന വിലയേറിയ പാഠം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ലോകത്തിൽ പറയാൻ വലിയ കഴിവോ വലിയ സാമർഥ്യമോ മിടുക്കോ ഒന്നും തന്നെ കാണില്ല. പക്ഷേ നമുക്ക് പറയാൻ വിലയേറിയൊരു സാക്ഷ്യമുണ്ട്. നമുക്ക് നല്ല ഒരു ഇടയനുണ്ട്. എന്താണ് നല്ല ഇടയന്റെ പ്രത്യേകത എന്ന് കർത്താവ് തന്നെ പറഞ്ഞു. ഞാൻ നല്ല ഇടയനാകുന്നു, ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. കർത്താവ് ഈ ലോകത്തിൽ വന്നത് തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി തരുവാനും നമ്മെ നിത്യതയിൽ കാണുവാനും വേണ്ടിയാണ്. അതേ പ്രിയ ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ ഒന്നും നമുക്ക് പറയാനില്ലെങ്കിലും നമ്മുടെ ഏറ്റവും വിലയേറിയ സാക്ഷ്യം എന്ന് പറയുന്നത് കഴിവോ ശക്തിയോ മിടുക്കോ ബുദ്ധിയോ ഒന്നുമല്ല, പിന്നെയോ എനിക്ക് നല്ല ഒരു ഇടയനുണ്ട്. ആ നല്ല ഇടയൻ എനിക്ക് വേണ്ടി ജീവനെ തന്നു, എന്നെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിച്ചു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.